ഹായ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിലെടുക്കുന്നത്. എന്താണ് കഴിഞ്ഞതിന് പറഞ്ഞത്? സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് അല്ലേ. ഫസ്റ്റ് ഫേസ് 1947 ടു 1967. അതിൻ്റെ പ്രത്യേകത എന്താണ്? കോൺഗ്രസിൻ്റെ ആധിപത്യം അല്ലേ. കോൺഗ്രസ് പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങുന്നു, അവർ നല്ല രീതിയിൽ ഭരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരു കോൺഗ്രസ് ഡോമിനൻസ് ആണ് നമ്മൾ അതിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പീരീഡ് ആയപ്പോൾ, സെക്കൻഡ് ഫേസ് ആയപ്പോഴത്തേക്ക് എന്തായി? എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ, ലേബർ ഡിസ്പ്യൂട്ട്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇങ്ങനെ രാജ്യത്തുണ്ടാവാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനത്തും പുതിയ പാർട്ടികൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാർട്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ, അത് ഫസ്റ്റ് ഫേസിൽ പറയുന്നുണ്ട്, എന്നാലും ഇവിടെയും മെൻഷൻ ചെയ്യാം. മാത്രമല്ല ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള വാറുകളൊക്കെ ഇതിന് കാരണമാവുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. തേർഡ് ഫേസിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ചേഞ്ചിങ് അല്ലേ, ചേഞ്ചിങ് നേച്ചർ ഓഫ് പാർലമെൻ്ററി ഗവേണൻസ് നമുക്ക് പറയാൻ പറ്റും. എന്താ, കോൺഗ്രസ് അല്ലാത്ത പാർട്ടികൾ ഭരണത്തിൽ വരുന്നു, അവർ വീണ്ടും രാജിവെക്കുന്നു, വീണ്ടും ഭരണത്തിൽ വരുന്നു. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ചേഞ്ച് നമുക്ക് കുറേ പ്രാവശ്യം അതിൽ കാണാൻ പറ്റും. അടുത്തത് പറയാനുള്ളത് ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി ആണ്. ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി. ഓട്ടോണമി പറഞ്ഞാൽ എന്താണ്? സ്വയം ഭരണാവകാശം എന്നോ സ്വയം ഭരണാധികാരം എന്ന് പറയാം. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് ഭരിച്ചാൽ മതി, കേന്ദ്രം ഭരിക്കേണ്ട, ഞങ്ങൾക്ക് കൂടുതൽ അധികാരം വേണമെന്ന് ഓരോ സംസ്ഥാനവും പറയാൻ തുടങ്ങുകയാണ്. അതാണ് ഈ ഓട്ടോണമി, സ്വയം ഭരണാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭരിക്കാൻ നമ്മൾക്കുള്ള അധികാരം. ഇത്രയും കാലം സെൻറ്ററിൻ്റെ അണ്ടറിലാണ് അല്ലെ, ഇപ്പോഴും നമ്മൾ സെൻറ്ററിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സ്വയം ഭരണാധികാരം, ഒരു ഓട്ടോണമി വേണമെന്ന് എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഹാവ് ബീൻ ക്ലെയിമറിംഗ് for more autonomy, less control by the center. But the autonomy means the different things for different people and parties. Let's take a look at their demands. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്ററിൻ്റെ കൺട്രോളിൽ നിന്നും കുറച്ച് സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെടാൻ തുടങ്ങി. അതായത് ഞങ്ങളെ സെൻറ്റർ ഭരിക്കണ്ട, ഞങ്ങൾക്ക് സ്വയം ഭരിക്കാൻ അറിയാം എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോ പാർട്ടിക്കും ഓരോ വ്യക്തികൾക്കും ഈ ഓട്ടോണമി എന്നുള്ള കാര്യം അല്ലെ, സ്വയം ഭരണം എന്നുള്ള കാര്യം പല രീതിയിലായിരിക്കാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓട്ടോണമി പറയുമ്പോൾ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും ഐഡിയോളജീസ് വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അവർ ഓട്ടോണമിക്ക് മീനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു, സ്വയം ഭരണത്തിനുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. അവരുടെ അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഏതാണ്ട് 90-ലധികം കാര്യങ്ങൾ സെൻറ്റർ തീരുമാനിക്കുന്നുണ്ട്. സ്റ്റേറ്റിന് ആകെ 10-40 അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കുറഞ്ഞത് പോരാ, ഞങ്ങൾക്ക് കൂടുതൽ അധികാരം വേണമെന്ന് ഓരോ സ്റ്റേറ്റും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഓരോ പാർട്ടീൻ്റെയും ഇല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻറ്റർ ഷുഡ് ബി അണ്ടർഗോ ദ ടോട്ടൽ ചേഞ്ച് ഇൻ ഫേവർ ഓഫ് സ്റ്റേറ്റ്സ്. That means the state should be vested a greater power in governance. Central control should be a minimum. Tamil Nadu, Punjab, West Bengal and Kerala are examples for the states demanding greater power in the more important areas. Political parties like DMK, Agalidal, CPIM have been demanding more autonomy. അപ്പോൾ ചില സംസ്ഥാനങ്ങൾ വളരെ ഫോഴ്സിൽ സ്ട്രെസ് ചെയ്ത് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് കൂടുതൽ അധികാരം വേണം, അതായത് സെൻറ്ററിൻ്റെ റോള് കുറക്കണം. ഈ പാർട്ടീസ്, കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, സെൻറ്ററിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ബാക്കി സ്റ്റേറ്റ്സ് പറയുന്നു നിങ്ങളുടെ അധികാരം അത്രത്തോളം ഞങ്ങളുടെ മേൽ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അധികാരങ്ങൾ വേണം എന്ന് ഓരോ പാർട്ടി ആവശ്യപ്പെടാൻ തുടങ്ങി. അതോടെ സെൻറ്ററിൻ്റെ റോള് കുറക്കണം, സ്റ്റേറ്റിൻ്റെ റോള് കൂട്ടണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിൽ സക്സസ് ആയിട്ടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ആവശ്യപ്പെട്ട കുറച്ച് സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ: തമിഴ്നാടു, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, കേരള തുടങ്ങിയ സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ അധികാരം വേണം, സെൻറ്ററിൻ്റെ റോള് കുറക്കണം, മിനിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ സ്റ്റേറ്റുകൾ പറയുന്ന സ്റ്റേറ്റുകളാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള പാർട്ടികൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? DMK
തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയാണ്. അതുപോലെ അകാലിദൾ തമിഴ്നാട്ടിലെ ഒരു പാർട്ടിയാണ്. CPIM കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇവരൊക്കെ എന്ത് ചെയ്തു, കൂടുതലായിട്ടൊരു ഡിമാൻഡ് ചെയ്തു, ഓട്ടോണമിക്ക് ഡിമാൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്, ദർ ഷുഡ് ബി എ greater power in dominance, greater power in governance, central control should be minimum. ഞങ്ങൾക്ക് കൂടുതൽ അധികാരം വേണം, സെൻട്രലിന്റെ റോള് കുറക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ്സ് ഡിമാൻഡ് ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആൻഡ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ റിസോഴ്സസ്. At the present setup, states have little control over revenue sources. Back in 1977, the West Bengal government demanded more financial autonomy. This idea of less central control on finance supported by the states of Tamil Nadu and Punjab. അപ്പോൾ ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം, സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം അധികാരം ആവശ്യമാണെന്ന് പല സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടു. അതിൽ പ്രധാനമാണ് ഏത്, വെസ്റ്റ് ബംഗാൾ. അവിടെ പറഞ്ഞ എന്താണ്, സ്റ്റേറ്റുകൾക്ക് കൂടുതൽ പൈസ ആവശ്യമുണ്ട് അല്ലേ, ഓരോ സ്റ്റേറ്റിനും ഓരോ സംസ്ഥാനത്തിനും ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അതപ്പോൾ സെൻട്രലിന്റെ ബഡ്ജറ്റിൽ നിന്ന് കിട്ടുന്നത് മാത്രം പോരാ, ഞങ്ങൾക്ക് അതിൽ കൂടുതൽ അധികാരം വേണം. ഞങ്ങളുടെ സംസ്ഥാനത്തുള്ള കോൾ മൈൻസ് ഉണ്ടാവാം, അതുപോലെ പലതരത്തിലുള്ള മൈനിങ്, പലതരത്തിലുള്ള വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കൂടുതൽ അധികാരം തരണം, സെൻട്രൽ അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല എന്ന് വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് 1977 വെസ്റ്റ് ബംഗാൾ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി വേണമെന്ന് ഡിമാൻഡ് ചെയ്തത്. പക്ഷെ അത് ഒരു സക്സസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ആ ആവശ്യത്തെ തമിഴ്നാടും അതേപോലെ പഞ്ചാബൊക്കെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അടുത്തത്, the center should reduce its control over administrative machinery in states. The governors and IAS and IPS officers appointed by the center often create the stumbling blocks in the path of state administration. അതായത് നമുക്കറിയാം, ഓൾ ഇന്ത്യ സർവീസസ് അല്ലേ, ഇങ്ങനെയുള്ള ഗവർണർമാരെ നിശ്ചയിക്കുന്നത് ഇതൊക്കെ സെൻറ്ററാണ് അല്ലേ. നമ്മുടെ ലോക്സഭയൊക്കെ കൂടിയിട്ടാണ്, കേന്ദ്രമന്ത്രിമാർ കൂടിയിട്ടാണ് ഒരു ഗവർണറെ തീരുമാനിക്കുന്നത് അല്ലേ. ഗവർണറെ തീരുമാനിക്കുന്നവരാണ്. അതുപോലെ IAS IPS ഓഫീസേഴ്സ് അല്ലേ, ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ IAS ഓഫീസേഴ്സ്, അതുപോലെ IPS ഓഫീസേഴ്സ്, ഗവർണർ തുടങ്ങിയ ആൾക്കാരെ തീരുമാനിക്കുന്നതൊക്കെ ആരാണ്, കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കണം എന്നില്ല അല്ലേ. അവരെപ്പോഴും സെൻറ്ററിനായിരിക്കും സപ്പോർട്ട് ചെയ്യുക, സ്റ്റേറ്റിൻ്റെതായ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അതൊരു നല്ല രീതിയിൽ പോവില്ല. അവിടെ ഒരു ബ്ലോക്കേജ് പോലെ എന്തായിട്ട് മാറും, ഈ ഓഫീസേഴ്സ് നിൽക്കും. മനസ്സിലായോ എന്താണ് ഞാൻ പറഞ്ഞത്? ഈ ഉദ്യോഗസ്ഥന്മാരെ, ബ്യൂറോക്രാറ്റ്സിനൊക്കെ നിയമിക്കുന്ന ആരാണ്, സെൻറ്ററാണ്. അപ്പോൾ സ്റ്റേറ്റിനോട് അതിനോട് താല്പര്യമുണ്ടോ, സ്റ്റേറ്റിന് ആ ഓഫീസർ ആവശ്യമുണ്ടോ, ഇതൊന്നും നോക്കത്തില്ല. അപ്പം എന്താവും, അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാളെ ഒരു വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അപ്പോയിന്റ് ചെയ്യും. നമ്മുടെ അഭിപ്രായം എന്താണോ, നമ്മളെ കാര്യം എന്താണോ എന്ന് അവർ നോക്കുന്നില്ല. അപ്പം എന്താവും, അതൊരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. The dominance of one language and culture over to the others invites a lot of resentment. Cultural and linguistic dominance will be resisted by the people. In Tamil Nadu, the people resisted the domination of Hindi by resorting anti-Hindi agitations. The people of Punjab organized processions and meetings to push forward their demand for advancing Punjabi language and culture. Several states in the society organized agitations against imposition and. അപ്പം ആദ്യം പറഞ്ഞത്, ഫസ്റ്റ് പോയിന്റിൽ എന്തായിരുന്നു പറഞ്ഞത്, ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ അധികാരം കൊടുക്കണം, അല്ലാണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സെൻട്രൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഫിനാൻഷ്യൽ ഓട്ടോണമിനെ കുറിച്ചാണ്, ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സ്വയംഭരണാധികാരം ആവശ്യമാണെന്ന് പറഞ്ഞു. തേർഡ് പോയിന്റ് പറഞ്ഞത് എന്താണ്, ഈ IAS IPS ഓഫീസേഴ്സിനൊക്കെ സെൻറ്ററാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബ്ലോക്കേജ് ഉണ്ടാവുന്നതാണ് തേർഡ് പോയിന്റ് പറഞ്ഞു. അടുത്ത ഫോർത്ത് പറയുന്നത് ഈ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഡോമിനൻസിൻ്റെ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു അല്ലേ, നമ്മുടെ കൾച്ചറിനൊക്കെ മുകളിലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡോമിനേറ്റ് ചെയ്തു. അതുപോലെ ഓരോയിടത്തും ഭാഷയുടെ ഡോമിനൻസ് ഉണ്ടാവുന്നു. ഇപ്പോൾ സെൻട്രലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അത് ഹിന്ദി ലാംഗ്വേജ് കൂടുതലായിട്ട്
യൂസ് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു. ആ സമയത്ത് എന്താവും, ഇവിടെ കുഴപ്പമുണ്ടാവും. എന്താണ്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആൻറ്റി ഹിന്ദി ലാംഗ്വേജ് എഡ്യൂക്കേഷൻസ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദി സപ്പോർട്ട് ചെയ്യത്തേയില്ല. കാരണം എന്താണ്, അവർ അവരുടെ കൾച്ചറിനെയും വാല്യൂസിനെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ലിംഗ്വിസ്റ്റിക് ഡോമിനൻസ് ആളുകൾക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഒരു എന്താണ് ലാംഗ്വേജ് ഡോമിനൻസിനെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റിന് അതിൻ്റെതായ കൾച്ചറൽ പ്രത്യേകതകളുണ്ട്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകണം എന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. അടുത്തത് റോൾ ഓഫ് ഗവർണേഴ്സ് ആൻഡ് പ്രസിഡൻസ് റൂൾ. അടുത്ത പറയാനുള്ളത് ഇതിൽ ഒരു ഗവർണറിന്റെ റോൾ എന്താണ്, അതുപോലെ പ്രസിഡന്റ് റൂള് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. The bone of contention between the center and states has always been the role of governors. Usually, these governors are retired military personnel or civil servants supporting the center or politicians in good books of ruling party at center. Appointed by the central government, these governors seem to interfere in the smooth functioning of the state government. Moreover, these men or women are not elected by the people. The governors became all more the controversial when we have two different parties at the center and state. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, ഒരു ഗവർണർ എന്ന് പറയുന്നത് എലക്ഷനിലൂടെ സെലക്ട് ചെയ്ത് വരുന്ന ഒരാളല്ല. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിനൊരു ഗവർണർ ഉണ്ട്, ആരാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ ഒരു എലക്ഷൻ വഴി സെലക്ട് ചെയ്ത് വന്നതൊന്നുമല്ല, അദ്ദേഹം ഒരു പാർട്ടീന്റെ വക്താവാണ്, അല്ലെ. ഒന്നെങ്കിൽ ഈ സ്ഥാനത്തേക്ക് വരുന്നത്, ഗവർണർ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു പാർട്ടിയോട് താല്പര്യമുള്ളതായിരിക്കാം, അതായത് ആ പാർട്ടിയിലെ ആ പാർട്ടിയിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണെന്ന് സമൂഹം കരുതുന്ന ഒരാളെ ആയിരിക്കാം ചൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ മിലിറ്ററി ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ആളായിരിക്കാം. അതുപോലെ സിവിൽ സർവൻസ് ആവാം. സിവിൽ സർവൻസ് ആരാണ്, ഉദ്യോഗസ്ഥന്മാരാവാം. ഇങ്ങനെ ഈ വിഭാഗങ്ങളിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഗവർണറായിട്ട്. അപ്പൊ ഗവർണർ ആരൊക്കെയാണ് ഗവർണറായിട്ട് മാറുന്നത്? യൂഷ്വലി ദീസ് ഗവർണേഴ്സ് ആർ റിട്ടയർഡ് മിലിറ്ററി പേഴ്സണൽസ് ആവാം, സിവിൽ സർവൻസ് ആവാം, സെൻട്രലിനെ സപ്പോർട്ട് ചെയ്യുന്ന സിവിൽ സർവൻസ് ആവാം, പൊളിറ്റീഷ്യൻസ് ഇൻ ഗുഡ് ബുക്സ് ഓഫ് ദി റൂളിംഗ് പാർട്ടി അറ്റ് സെൻറ്റർ. സെൻട്രൽ നല്ല ആളാണ് എന്നുള്ള ഒരു ഗുഡ് ബുക്ക് റെക്കോർഡൊക്കെ ഉള്ള ആളെയാണെങ്കിൽ സെലക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് അതിപ്പോ ഏതാണോ സെൻട്രലിലുള്ള പാർട്ടി അതിനനുസരിച്ച് ഗവർണേഴ്സ് മാറും. ആ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴും വെക്കുക. അപ്പോൾ സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്താണ്, സെൻട്രലിന്റെ നിലപാട് സ്വീകരിക്കേണ്ടി വരും, അല്ലെ. ഇപ്പൊ ഒരു സ്റ്റേറ്റ്, കേരളം തന്നെ ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ സെൻട്രൽ അതിന് ഓപ്പോസിങ് ആണെങ്കിൽ, സെൻട്രലിനെതിരെയാണെങ്കിൽ ആ ഗവർണറും അതിനെ ഓപ്പോസ് ചെയ്യും. മനസ്സിലായല്ലോ. സോ അത് അടുത്തിടെ നിങ്ങൾ കണ്ട പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിപ്പോ പ്രത്യേകിച്ച് ഒരു പാർട്ടി കേന്ദ്രത്തിലും അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ് സ്റ്റേറ്റിലും ഉള്ളതെങ്കിൽ ഇത് കൂടുതലായിട്ട് പ്രശ്നമായിട്ട് മാറാം. ഓക്കെ, പിന്നെ പറയേണ്ടത് എന്താണ്, ഹിസ് നോട്ട് സെലക്ടഡ് ബൈ ദി പീപ്പിൾ, അല്ലെ. നോട്ട് എലക്ടഡ് ബൈ ദി പീപ്പിൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ. ഈ കമ്മീഷൻ ഓർത്തിരിക്കുക. സർക്കാരിയ കമ്മീഷൻ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1988 റെക്കമെൻഡഡ് ദാറ്റ് ദ ഗവർണർ ഷുഡ് ബി എ നോൺ പാർട്ടീസൺ. എന്താണ് സർക്കാരിയ കമ്മീഷൻ പറയുന്നത്? സർക്കാരിയ കമ്മീഷൻ 1988 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഗവർണേഴ്സ് ഷുഡ് ബി നോൺ പാർട്ടീസൺ. അതിന്റെ അർത്ഥം എന്താ? ഒരു ഗവർണറെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് പക്ഷപാതം ഉണ്ടാവാൻ പാടില്ല, ബയാസ് ആവാൻ പാടില്ല, നോൺ ബയാസ് ആയിരിക്കണം എന്നാണ് അത് പറയുന്നത്. എന്താണ്, ഒന്നിനോടും ഒരു താല്പര്യം തോന്നാത്ത, സെൻട്രലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടുവിൽ നിൽക്കുന്ന ആള്, അല്ലെ. ഒരു മിഡിൽ പേഴ്സൺ ആയിട്ടോ ഒരു നോൺ ബയസ് ആയിട്ടുള്ള ആളായിരിക്കണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 356 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ ഇൻ സ്റ്റേറ്റ്. അപ്പൊ ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറയുന്നത്. പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ട്, അല്ലെ. നമ്മുടെ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ്, നമ്മുടെ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ഭരിക്കാൻ പറ്റും. അങ്ങനെയാണ്. അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ 356 പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റിനെ ഭരിക്കാനാണ്. പ്രസിഡന്റ് ഇപ്പൊ അവിടെ എന്താണ്, സ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നം നടന്ന് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. അതാണ് ആർട്ടിക്കിൾ 356, സ്റ്റേറ്റിലെയാണ്. ഓക്കെ, ദ ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ
അപ്പോൾ ഇനി പറയുന്നത് ആ ആർട്ടിക്കിളിന്റെ ഡെഫിനിഷനാണ്. When a situation has arisen in which the government of state cannot be carried in accordance with the പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റേറ്റിന് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രസിഡന്റിന് ആ സംസ്ഥാനത്തെ ഭരിക്കാനുള്ള അധികാരം നൽകുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രൊവിഷൻസ് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രസിഡന്റിന് അവിടെ പ്രസിഡന്റ് റൂള് നടപ്പിലാക്കാം. ഓക്കെ. Article 356 can be applied. This means the central government can take over administration of the state. True, the takeover has to be ratified by the parliament. The period of president rule cannot be extended for the 3 years. It's governor who recommends the president of the state. It is the governor who recommends the president of the government and suspension or dissolution of assembly. This is automatically leads to a lot of conflict between the center and the state. എന്താ പറയുന്നത്? അപ്പോൾ ഒരു പ്രസിഡന്റ് റൂള് വേണമെങ്കിൽ നടപ്പിലാക്കാം. ആർക്ക്? ഒരു ഗവർണർ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടപ്പിലാക്കാം. മാത്രമല്ല ഒരു 3 വർഷത്തെ കാലയളവിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രസിഡന്റ് റൂള് വരുന്നത്. രാഷ്ട്രപതി ഭരണം കൂടിപ്പോയ ഒരു 3 വർഷത്തേക്ക് ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് ചെയ്യാനുള്ള അധികാരം എന്താണ്, പാർലമെന്റിനും കൂടിയാണ്. ഇങ്ങനെ ഒരു കാര്യം ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് പാർലമെന്റിൽ അത് ഡിസ്കഷൻ ഉണ്ടാവുന്നു, അതിന് ശേഷം അത് നടപ്പിലാക്കുന്നു. അപ്പോൾ ആ സ്റ്റേറ്റിന്റെ അധികാരം ആർക്ക് കിട്ടുന്നു? സെൻറ്ററിന് കിട്ടുന്നു, അല്ലേ? സെൻറ്ററിന് കിട്ടുന്നു. മാത്രമല്ല ഗവർണറിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഗവർണർ ഹാവ് ദ പവർ ടു സസ്പെൻഡ് ദി ഗവൺമെന്റ് ആൻഡ് ഓൾസോ ഡിസൊല്യൂഷൻ ഓഫ് അസംബ്ലി ആൻഡ് ഡിസ്മിസൽ ഓഫ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാൻ, അതുപോലെ ഒരു മന്ത്രിസഭേനെ പിരിച്ചുവിടാൻ, അതേപോലെ അതിനെ ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഗവർണർക്ക് ഉണ്ട്. അപ്പൊ ഗവർണറിന് ഒരു പ്രത്യേക അധികാരം തന്നെ ഈ ഫെഡറലിസത്തിൽ ഉണ്ട്. ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഗവർണർക്ക് പ്രത്യേക റോള് തന്നെ ഉണ്ട്. ഓക്കെ. മാത്രമല്ല ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. സെൻട്രൽ സ്റ്റേറ്റും തമ്മിൽ ഒരു അടി ഉണ്ടാവാൻ തന്നെ ഇത് കാരണമാവുന്നതാണ് പറയുന്നത്. There have been cases where the high-handed governor recommended dismissal of they had a majority in legislature. It happened in Kerala 1959. അപ്പൊ കേരളത്തില് രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ? കേരളത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് 1959. 1959 കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്. Some state governments were dismissed even without testing their majority. Naturally, they went to Supreme Court. The Supreme Court said that the validity of decision to impose president rule could not be examined by the court. അങ്ങനെ ഈ രാഷ്ട്രപതി ഭരണം കേരളത്തിലും വന്നു. അപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവിടുത്തെ ഗവൺമെന്റ് എല്ലാം കൂടി, ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടി എന്ത് ചെയ്തു, മെജോറിറ്റി ചെക്കിംഗ് ഉണ്ട്, അല്ലെ, ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ നോക്കാനുള്ള കാര്യമുണ്ട്. അതൊന്നും നടപ്പിലാക്കാനൊന്നും വിട്ടില്ല. അതിന് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അങ്ങനെ ഇവരെല്ലാരും കൂടി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് പ്രസിഡന്റിന്റെ അധികാരത്തിൽ കോടതി ഇടപെടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. പ്രസിഡന്റ് റൂളിൽ പ്രത്യേകിച്ച് ഡിസിഷൻ എടുക്കാനോ അത് എക്സാമിൻ ചെയ്യാനോ സുപ്രീം കോടതിന് അധികാരമില്ല എന്ന് അവർ പറഞ്ഞു. Article 356 of Constitution is to be used sparingly and with much caution. Till 1967, there were not much dismissals. After 1967, several states had formed governments with non-Congress parties, so started the rift between central and non-Congress governments in the states. We have the cases where the governors prevented the majority party from assuming office. Andhra Pradesh and Jammu Kashmir suffered from much center-state conflicts. Okay. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റിലെ കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 വരെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. 1960 ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960 കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, കോൺഗ്രസ് ആണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത്, അല്ലെ? കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യം മൊത്തം ഭരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി മാറി. ആര് വന്നു അതിനുശേഷം? കോൺഗ്രസ് പാർട്ടി പോയതിനു ശേഷം സ്റ്റേറ്റുകളിൽ വേറെ പല പാർട്ടീസും വരാൻ തുടങ്ങി. അതോടുകൂടി ഈ സ്റ്റേറ്റ് സെൻട്രൽ കോൺഫ്ലിക്റ്റുകൾ കൂടാൻ തുടങ്ങി. അപ്പൊ അതിന് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ ഒക്കെ ഈ ഇഷ്യൂ ഒരുപാട് നേരിട്ട ആൾക്കാരാണെന്നാണ്
പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ കേരള സെൻട്രൽ എന്താണ്, കേന്ദ്രവും കേരളവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. കാരണം എന്താണ്, അവിടെ ഓപ്പോസിങ് പാർട്ടീസ് ആണ് ഭരണത്തിലുള്ളത്. അതുപോലെ സെൻട്രും വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. മമതാ ബാനർജി ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിലേക്ക് നയിക്കും, ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ബാക്കോട്ടേക്ക് നയിക്കും. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, റോൾ ഓഫ് ഗവർണേഴ്സ് ആൻഡ് പ്രസിഡന്റ് റൂള്, ആരാണ് ഗവർണർ എന്ന് പറഞ്ഞു അല്ലെ, ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ആരൊക്കെയാണ് ഗവർണർ ആവാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു അല്ലെ. സർക്കാരിയ കമ്മീഷൻ 1988 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൽ പറഞ്ഞിട്ടുള്ളത് ദ ഗവർണേഴ്സ് ഷുഡ് ബി നോൺ പാർട്ടീസൺ, അതായത് നോൺ ബയസ് ആയിരിക്കണം, ബയസ് ആവാൻ പാടില്ല, നോൺ ബയസ് ആയിരിക്കണം എന്ന് പറഞ്ഞു സർക്കാരിയ കമ്മീഷൻ. ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറയുന്നത്. പ്രസിഡന്റ്സ് റൂൾ, രാഷ്ട്രപതി ഭരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 356. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രകാരം ഒരു ഗവൺമെന്റിനെ വേണമെങ്കിൽ പിരിച്ചുവിടാൻ വേണ്ടി പറ്റും, എന്നിട്ട് അവിടെ പ്രസിഡന്റ് റൂള് കൊണ്ടുവരാം. അങ്ങനെ പ്രസിഡന്റ് റൂള് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ എന്താണ്, അതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രൊവിഷൻസിന് പാലിക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ഗവൺമെന്റിനെ വേണമെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഗവൺമെന്റിനെ പിരിച്ചുവിടാം, അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അവിടെ ആവശ്യമില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ 356 പറയുന്നത്. അത് ആ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് റൂള് വന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. 1959 1959 അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, അപ്പോൾ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ പറയുന്നത് 1967 ശേഷം സെൻട്രലിൽ കോൺഗ്രസും സ്റ്റേറ്റുകളിൽ നോൺ കോൺഗ്രസും പാർട്ടീസും വന്നപ്പോൾ ഈ സ്റ്റേറ്റ് സെൻട്രൽ കോൺഫ്ലിക്റ്റുകൾ കൂടാൻ തുടങ്ങി എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് അനുഭവിച്ചത് ആരൊക്കെയാണ്, ഈ ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്റ്റേറ്റുകളാണ്. അടുത്ത പറയേണ്ടത് ഡിമാൻഡ്സ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ് ആണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഡിമാൻഡ്സ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റേറ്റുകൾക്ക് വേണ്ടി, പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങളും, അതുപോലെ ഇന്റർ സ്റ്റേറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും, പിന്നെ ജമ്മു കാശ്മീരിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.